കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഗീതു വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ വരുൺ എന്ത് ചെയ്യുവാണ്, വരുൺ ഫോൺ ചെയ്യുവാണ് കിഷോറിനെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണമല്ലോ. അങ്ങനെ കിഷോറിനെ ഫോൺ ചെയ്തിട്ട് വരുൺ പറഞ്ഞു, അതെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. ഓക്കെ, ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് കിഷോർ മറുപടി പറയാണ്. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരിടത്ത് ഒരു പാളിച്ച സംഭവിക്കരുതെന്ന് പറയാണ്. അവൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കണമെന്ന് പറയാം. പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവളെ ലൈറ്റായിട്ടൊന്ന് പ്രകോപിപ്പിക്കണം. പറഞ്ഞു കേട്ടല്ലോ, അവളുമായിട്ടുണ്ട് വഴക്കുണ്ടാക്കി. അതിനുശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ഇച്ചിരി ഉടഞ്ഞിട്ടൊക്കെ ഇരിക്കണം. എങ്കിൽ മാത്രമേ വീഡിയോസിനകത്തൊക്കെ കിട്ടുള്ളൂ. ആ സമയത്ത് ഞങ്ങള് ഗോവിന്ദേട്ടനെ കൊണ്ട് ഞാനും അമ്മയും ഞങ്ങളും കൂടെ എത്തിക്കോളാന്ന് പറയണം. കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും പാളിപ്പോരെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കിഷോർ പറഞ്ഞു, ലൈറ്റ് ആയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ കിഷോർ ഞാൻ ഒന്ന് കാണാനായിട്ടാ ഇരിക്കുന്നത്. അറിയാവോ, ബാംഗ്ലൂർ വെച്ച് അവൾ എന്നെ ഒന്ന് പറ്റിച്ചിട്ട് പോയി. പക്ഷെ അതിന് പ്രതികാരം ഒന്ന് ഞാൻ തീർക്കുമെന്ന് പറയാം. അതെ, ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയാം. ഒരു കാര്യമുണ്ട് വരുൺ സാർ ഇച്ചിരി താമസിച്ച് വന്നാൽ മതി. അറിയാലോ, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയാണ് ഗീതുവിന്റെ അടുത്ത് ചെലവഴിക്കാനായിട്ട്. അതെന്താന്ന് സാറിന് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വരുൺ പറഞ്ഞു, അതൊക്കെ ഓക്കെ തന്നെ, പക്ഷെ കാര്യമുണ്ട്, അമ്മയ്ക്ക് ഇച്ചിരി സെന്റിമെന്റ്സ് കൂടുതലുള്ള ആളാണേ. അമ്മ അതുകൊണ്ട് ചിലപ്പം വേറൊന്നിനും അമ്മ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ അമ്മ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തിക്കണം. അപ്പൊ അമ്മേനെ കൂട്ടി ഞാൻ പതുക്കെ വരത്തുള്ളൂ. ഞാൻ ആദ്യം എത്തിക്കോളാം, അമ്മനെ ഞാൻ പിന്നെ കൊണ്ടുവന്നോളാം. പക്ഷെ അതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാണ്. അതൊക്കെ ഏറ്റു ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ്. അങ്ങനെ കിഷോർ ഫോൺ വെക്കുക. ഈ സമയത്ത് കിഷോർ നോക്കിയപ്പോഴത്തേനും ഗീതുവിന്റെ സ്കൂട്ടി എല്ലാം വരുന്നുണ്ട്. ഗീതുവിന്റെ സ്കൂട്ടി കടന്നു പോയതും കിഷോർ പതുക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യുകയാണ്. ഈ സമയം ഗോവിന്ദ് നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പിടിച്ച് എത്തി. ആ സമയത്താണ് മുരളീകൃഷ്ണൻ ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഡോക്ടറെ കണ്ടതും ഗോവിന്ദ് ചോദിച്ചു, ഡോക്ടറെ അല്ല എങ്ങനെയുണ്ട്, ഇവിടുന്ന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ഓ, നിങ്ങളുടെ അമ്മേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെ. അല്ല വിജയലക്ഷ്മി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി മാഡത്തിന്. ഇത് കേട്ടതും പുറയിൽ അജാസ് ഉണ്ടായിരുന്നു. അപ്പൊ വിജയലക്ഷ്മിയാണോ ഗോവിന്ദ് സാറിന്റെ അമ്മ? അവരുമായിട്ട് ബന്ധമുണ്ടോ? ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അല്ല അവരിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴവരങ്ങോട്ട് സ്കാനിങ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ആ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ബോധമൊക്കെ വീണിട്ടുണ്ടെന്ന് പറയണേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വിലാസിനി വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചു. നമ്മളെല്ലാവരും ഓർത്തോണ്ടിരുന്ന അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ആരായിരുന്നു? വിജയലക്ഷ്മി ആയിരിക്കും എന്ന് ഓർത്തോണ്ടായിരുന്നേ. പക്ഷെ വിജയലക്ഷ്മി അല്ലായിരുന്നു, വിലാസിനി ആയിരുന്നു. വിലാസിനിക്കാണ് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ വിലാസിനിയുള്ള ചായ കുടിച്ചോണ്ട് ഇങ്ങോട്ട് വരുവാണ്. ഗോവിന്ദനെ കണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ മോനെ, എന്ത് പറയാൻ, എനിക്ക് അപ്പടി പരവേശമായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഒരു ചായയും പഴംപൊരിയും കഴിക്കാനായിട്ടേ അപ്പുറത്തേക്ക് പോയതാന്ന് പറയണം. പെട്ടെന്ന് ഡോക്ടർ, എന്തേ ഇതാ അമ്മയെന്ന് പറയണ. ഇത് കണ്ടപ്പോ അജാസ് നോട്ടി, ഇത് അമ്മയല്ലോ ഇത് അമ്മായിമ്മയല്ലോ എന്ന് പറയണം. നീ ഒന്ന് പോടാ അവിടുന്ന്, ഞാനേ ഇപ്പോഴും ഗോവിന്ദന്റെ അമ്മ തന്നെയാന്ന് പറയണം. ഓഹോ, ഇവരായിരുന്നു. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞ ഗോവിന്ദന് ശ്വാസം ഒന്ന് നേരെ വീണത്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അല്ല ഇവർക്ക് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അവര് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്, ഗോവിന്ദനോട് ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ ക്യാബിലേക്ക് വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് വിലാസിന്, ഡോക്ടറെ ഒരു കാര്യം ചെയ്തേക്കണം, എനിക്ക് നല്ല മുന്തിയ ചികിത്സ തന്നെ തരണം കേട്ടോ. എന്റെ മരുമോൻ വലിയ പണക്കാരനൊക്കെയാ, ഒന്നിനും ഒരു കുറവ് വരത്തില്ല, നല്ല വില കൂടിയ ഗുളികൾ തന്നെ തന്നാമെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജാസിന് വരെ ചിരി വന്നുപോയി. ഗോവിന്ദനാട് ആകെപ്പാടെ അടിമുടി പെരുത്തി നിൽക്കുകയാണ് ഗീതന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. പിന്നീട് പറഞ്ഞു, ഞാനാ മോന്റെ പേര് പറഞ്ഞു കൊടുത്തേ, ഞാൻ വഴി തല ഇറങ്ങി വീണാന്നേ, ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയതാ. വഴി തല ഇറങ്ങി വീണ സമയത്താ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന. അപ്പൊ ഞാൻ ബോധം വീണ് കഴിഞ്ഞപ്പോൾ മോന്റെ പേര് പറഞ്ഞു കൊടുത്തേന്ന് പറയണം. ഇതോട്ടം ഗോവിന്ദ് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് എന്നാ പ്രിയോടെ ഗീതനോട് ആരും പൈസ ചോദിച്ചാൽ പോരായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്? ഞാൻ എത്ര വട്ടം ചോദിച്ചെന്നറിയാവോ, അവറ്റകൾ പൈസ തരുന്നില്ലാന്നേ. അവസാനം ഞാൻ ഓർത്ത് വല്ല സർക്കാർ ഹോസ്പിറ്റലിൽ പോവാം, അങ്ങനെയൊക്കെ ഓർത്തോണ്ട് വന്ന. പക്ഷെ എന്ത് പറയാനാ, വഴി വെച്ച് അങ്ങോട്ട് തല ഇറങ്ങി വീണോണ്ട് ഇവിടം വരെ എത്തിന്ന് പറയാണ്. മോനെ, എന്റെ കാര്യത്തിന്റെ ഒരു കുറവും വരത്തില്ല എന്ന് പറയണം. ഈ സമയത്ത് ഡോക്ടറിന് ഗോവിന്ദ് വരുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ ക്യാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അതെ അവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കലാണെന്നാ തോന്നുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അവർക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു പക്ഷേ കുറേയും നമുക്ക് പ്രതീക്ഷിക്കാം. തലയ്ക്കുള്ള ഒരു ഗ്രോത്ത് വളരുന്നുണ്ട്, അതിനിപ്പോ എടുത്തെന്ന് അയച്ചു കൊടുക്കുന്ന കൾച്ചർ ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കണം. അതിന്റെ റിസൾട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടുള്ളൂ. ഒരു പക്ഷേ ചിലപ്പം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും ശരിയാകുമായിരിക്കും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ ഉള്ളിൽ ഗീതുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു.
അവൾ പറഞ്ഞ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. തന്നെ വിശ്വസിച്ച് മാത്രം അവൾ അങ്ങോട്ട് പോയിരിക്കുന്നേ. ഒരു കാരണവശാലും താൻ അവിടെ എത്തായിരുന്നു, കൃത്യസമയത്ത് തന്നെ എത്തായിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഗീതന് വാക്കും കൊടുത്താണ്. എത്തിയില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നം. ആ ഒരു ചിന്തയായിരുന്നു ഡോക്ടറുടെ മുന്നിലുണ്ടായിരുന്നപ്പോഴും ഗോവിന്ദന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്ത് ഗീതു ഇഞ്ചിമുക്കിലുള്ള ആ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുമായിരുന്നു. അങ്ങനെ ഗീതു ചെന്ന് സ്കൂട്ടി വെച്ച് ഇറങ്ങുന്ന സമയത്ത് മുകളിലിരുന്ന് സുവർണ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുവർണ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരത്തെ എത്തിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു വരുണും രാധികാമ്മയും കൂടെ കൂടി ചേർന്നിട്ട്. അപ്പൊ ഗീതു സ്കൂട്ടിക്ക് വന്ന് ഇറങ്ങുന്ന ഇതെല്ലാം അവള് വീഡിയോ പിടിക്കുകയാണ്. പിന്നീട് ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും കാണുന്നില്ല. ഗീതു പതുക്കെ കതക് തുറന്ന് അകത്തേക്ക് കയറുവാണ്. ഈ സമയത്താണ് പുറത്ത് കിഷോറിന്റെ കാറ് വന്നിട്ട് ആ കാര്യങ്ങൾ കിഷോർ വന്ന് ഇറങ്ങുന്നതും എല്ലാം അത് ഷൂട്ട് ചെയ്യുവാണ്. മുകളിൽ ഇരുന്നിട്ട് സുവർണ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗീതു അകത്തേക്ക് കയറി ചെന്ന് ബായൊക്കെ വെച്ചതിന് ശേഷം അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഫ്ലവർ വേസിനകത്തേക്ക് കൊണ്ടുപോയി ഫ്ലവർ കൊണ്ട് വെക്കാനായിട്ട് കൊണ്ടുവന്നിങ്ങനെ വെക്കുന്ന സമയത്താണ് കിഷോർ കതക് തുറന്ന് അകത്തേക്ക് കയറിയത്. അപ്പൊ ഗീതു കതകൊന്നും പൂട്ടിയിരുന്നില്ല. കിഷോർ പതുക്കെ കതക് തുറന്ന് അതിനകത്തേക്ക് കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഗീതു നിൽക്കുന്നുണ്ട്. ഗീതു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് പുറകെ കിഷോറാ നിൽക്കുന്നുണ്ടേ. കിഷോറിനെ കണ്ട ഗീതുവിൽ ഞെട്ടുണ്ടായി. ഗീതു വെച്ച്, നീ എങ്ങനെ ഇതിനകത്ത് വന്ന് ചോദിക്കണം? നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചേ? ഞാനിങ്ങോട്ട് നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലോ എന്ന് പറയണം. ഞാനോ? എനിക്ക് അങ്ങനെ വരാനായിട്ട് പ്രത്യേകിച്ച് അനുമതിയൊന്നും വേണ്ട. ഞാൻ വിളിക്കാതെ വരുന്നൊരു അതിയ, അതറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണേ. കിഷോറെ, നീ കളിക്കരുത്, ഇറങ്ങിപ്പോവാൻ പറയണം. ഇറങ്ങിപ്പോവാനോ? ഇറങ്ങിപ്പോവാനാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് നിന്നെ കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, നിന്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. കിഷോറെ, തമാശ കളിക്കാതെ പോകാൻ പറയണം. ഇതൊന്നും കേൾക്കാതെ കിഷോർ അടുത്തേക്ക് ഇരുന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും ഗീതുവിന്റെ കൈ തട്ടി ആ ഫ്ലവർ വേസ് അങ്ങ് താഴേക്ക് ചാടുവാണ്. അതങ്ങ് പൊട്ടുവാണ് അങ്ങോട്ട്. പെട്ടെന്ന് ഗീതുവിലൊരു ഭയമൊക്കെ ഉണ്ടായി. കിഷോറിന് മുഖം കണ്ടപ്പോൾ തന്നെ ഗീതുവിന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ രണ്ടും കൽപ്പിച്ചാണോ വരവാണ്. ദൈവമേ, ഇതുവരെയായിട്ടും ഗോവിന്ദേട്ടൻ വന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യുന്നൊരു ചിന്ത ഗീതുവിന്റെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഗോവിന്ദേട്ടൻ വന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഗീതു വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്ത് കിഷോർ അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇതുകൊണ്ട് ഗീതു പറഞ്ഞു, കിഷോറെ, നീ മാറിപ്പോ, അല്ലെങ്കിൽ ഇത് തീക്കളിയാവുന്ന പറയാണ്. എന്ത് തീക്കളി? ഒരു തീക്കളിയാവാൻ പോകുന്നില്ല. ഹേ, കിഷോറിനോടാ നിന്റെ കളി. അതെ, ബാംഗ്ലൂർ വെച്ച് തന്നെ നമുക്കൊരു തമ്മിലൊരു കണക്കുണ്ടായിരുന്നു. ആ കണക്ക് ഇന്നങ്ങോട്ട് തീർത്തേക്കാന്ന് പറയണം. ഇത് പറഞ്ഞ് ഗീതു പറഞ്ഞു, കിഷോറെ, നീ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? എന്ത് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട്? നീ ഗോവിന്ദമാധവന്റെ ഭാര്യയായിരുന്നെങ്കിലും പക്ഷെങ്കില് നിന്റെ ദേഹത്ത് പോലും അയാൾ തൊട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. പെട്ടെന്നൊന്നും നിന്നെ ഞാൻ അങ്ങനെ സ്വന്തമാക്കാൻ പോകുന്നില്ല. നമുക്ക് സമയമെടുത്ത് സാവകാശം മതി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗീത പറഞ്ഞു, കിഷോറെ, നീ മര്യാദയ്ക്ക് പൊക്കോ, അല്ല ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെക്കുമെന്ന് പറയണം. ഒച്ച വെച്ചിട്ട് ആര് കേൾക്കാനായിട്ട്? ഇവിടെ പൂച്ചക്കുഞ്ഞു പോലും ഇല്ല കേൾക്കാനായിട്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നു, ആരും ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയണം. നിന്നെ കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നത് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയെന്ന് പറയണം. ഗീത പറഞ്ഞു, കിഷോറെ, നീ എന്നെ ചതിച്ചിട്ട് പോയെന്ന് ചോദിക്കുകയാണ്. ചതിച്ചത് ആര്? ഞാനോ? ഇനി മോളെ, നീയല്ലേ എനിക്കിട്ട് ശരിക്കും പണി തന്നേ. ഇത് കേട്ടു ഗീതുവിന് ദേഷ്യം പറഞ്ഞ്, എടാ, നിന്നെപ്പോലെ ഒരുത്തിനെ ആര് വിശ്വസിക്കുമെന്ന് പറയണം. നീ അവസരവാദിയാടാ. ശരിക്കും പറഞ്ഞൊന്ന് ഓർത്ത് നോക്കിയേ, നീ എന്നെ വഞ്ചിച്ചിട്ട് പോവല്ലേ ചെയ്തേന്ന് ചോദിക്കും. ഇത് കേട്ട് കിഷോർ പറഞ്ഞു, ആരാ എന്റെ കാരണക്കാരി? നീയല്ലേ? നീ ഒറ്റ എടുത്ത് കാരണമല്ലേന്ന് ചോദിക്കും. ഗീത പറഞ്ഞു, നിനക്ക് അന്നും ഒന്നും പണം മാത്രമേ ഉള്ളൂ, അല്ല സ്നേഹം എന്തെന്ന് നിനക്ക് അറിയത്തില്ല, സ്നേഹിക്കാനും നിനക്ക് അറിയില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോ കിഷോർ പറഞ്ഞു, കാണിച്ചു തരാടി, സ്നേഹം എന്താന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നുള്ളൂ. ഇപ്പോഴാണ് ഇനി കിഷോറിന്റെ യഥാർത്ഥ മോഹം നീ കാണാൻ പോണേന്ന് പറയണേ. ഇങ്ങനെ പറഞ്ഞിട്ട് ഗീതുവിന്റെ അടുത്തേക്ക് ഉമ്മ വെക്കാനൊക്കെ ചെല്ലുമ്പോൾ ഗീതു അവനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് മാറുവാണ്. പക്ഷെ കിഷോർ വിടാണ്ട് ഭാവമില്ലായിരുന്നു. കിഷോർ ആ പുറകെ അങ്ങോട്ട് ചെന്നു. വീണ്ടും വന്നിട്ട് ഗീതുവിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. കയ്യേലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ഗീതു എന്ത് ചെയ്യാണ്? കയ്യെ പിടിച്ചുമ്പോൾ ആ കൈ അങ്ങോട്ട് കുതിർച്ചിട്ട് ശക്തമായിട്ട് അവനെ അങ്ങ് തള്ളി മറിച്ചിടുവാണ്. അവളങ്ങ് സ്റ്റെയർ കയറി മുകളിലേക്ക് അങ്ങോട്ട് ഓടുവാണ്. കിഷോർ പതുക്കെ സാവധാനം അവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങ് കയറി പോവാണ്. അവൾ എത്രത്തോളം വരെ ഓടും എന്നൊരു ചിന്തയായിരുന്നു അവന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്ത് പുറത്ത് വരുൺ വന്നു. വരുണിന്റെ അടുത്തേക്ക് സുവർണ ഇറങ്ങി ചെല്ലുവാണ്. സുവർണയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ചോദിക്കും. എല്ലാം ഓക്കെ, രണ്ടുപേരും വരുന്ന വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, ഇപ്പോഴേകദേശം ഒക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയും. അല്ല, അതിനകത്ത് കിഷോറും ഗീതും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണ്ടേ നിൽക്കും. പെട്ടെന്നൊന്നും പോകണ്ട, സാവകാശം പോയാൽ മതി. അവൻ എന്നോട് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗോവിന്ദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നോർത്ത് ഗോവിന്ദേട്ടനെ വിളിക്കുവാണ്. ഈ സമയത്ത് ഗോവിന്ദനെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല.
ഗോവിന്ദൻ ഇവിടെ വേണം ഈ സമയത്ത് തന്നെ. കാരണം അവറ്റകളെ രണ്ടിനെ കയ്യോടെ പിടികൂടുന്ന സമയത്ത് ആ കാഴ്ച കാണാനായിട്ട് ഗോവിന്ദേട്ടൻ വേണം. ഒരു തവണ വിളിച്ചു, രണ്ട് തവണ വിളിച്ചു, മൂന്ന് തവണ വിളിച്ചു, കോൾ എടുക്കുന്നില്ല. ഇതെന്ത് പറ്റി പോലും കോൾ എടുക്കാത്തെ? ശോ, അങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് അമ്മേനെ വിളിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അമ്മേനെ കൂടെ വിളിക്കാന്ന് ഓർത്തോണ്ട് നേരെ രാധികാമ്മനെ വിളിക്കുകയാണ്. രാധികാമ്മനെ വിളിച്ചപ്പോൾ രാധികാമ്മ വെച്ചു, എന്തായി വരുന്ന കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ്. എല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സുവർണ കുറച്ച് വീഡിയോസ് ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറയണം. ദേ കിഷോർ അതിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയണം, ഗീതുവിന്റെ അരിയിലേക്ക്. ഇത് കേട്ട് കഴിഞ്ഞ് രാധികാമ്മ പറഞ്ഞു, ഒരിടത്ത് ഒരു ഫാൾട്ട് സംഭവിക്കില്ല, അറിയാലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. അതെ, അവൻ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ചെല്ലണം. അവൻ ഇച്ചിരി പ്രശ്നക്കാരൻ, അറിയാലോ. ഗീതുവിനെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കും. അത് പിന്നീട് വലിയ പ്രശ്നമായി തീരുമെന്ന് പറയണം. വരുണ് മനസ്സിലായി, അമ്മ വേറൊരു കാര്യത്തിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ അമ്മേനെ കൂട്ടാതെ ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് വരും പറഞ്ഞു, അതെ പൊക്കോളം, കുഴപ്പമൊന്നുമില്ല. അല്ല നീ ഗോവിന്ദനെ വിളിച്ചായിരുന്നു ചോദിക്കുകയാണ് കിഷോറിനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ പറഞ്ഞു, അല്ല കിഷോറല്ല, സോറി, വരുണിനോട്. വരും പറഞ്ഞു, ഞാൻ വിളിച്ചായിരുന്നു അമ്മേ, പക്ഷെ കോള് കിട്ടിയില്ല എന്ന് പറയാണ്. എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് വരും പറഞ്ഞു, അമ്മ ഇപ്പം ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ചില സാവകാശം വന്നാൽ മതി എന്ന് പറയാണ്. ഗോവിന്ദനെ വിളിച്ച് കിട്ടട്ടെ, ഗോവിന്ദൻ വന്നോട്ടെ എന്ന് പറയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിന്റെ ചാർജ് അങ്ങോട്ട് തീർന്നു പോവാണ് വരുണ്ടെ. ഹലോ ഹലോ രാധികാമ്മ അവിടെ കിടന്ന് പറഞ്ഞെങ്കിലും ഒന്നും കേട്ടില്ല. വരും പറഞ്ഞു, ചാർജ് തീർന്നു പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇതൊരു സുവർണ പറഞ്ഞ്, അകത്തേക്ക് കയറി പോകണ്ടേ? വേണ്ട, ഇച്ചിരി സാവകാശം പോയാൽ മതി. അവൻ ഇച്ചിരി സമയം വേണമെന്ന് പറഞ്ഞ് അവൻ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് ഓടിക്കട്ടെ. അതുകൊണ്ടല്ല ഞാൻ അമ്മേനെ പോലും കൊണ്ടുവരാത്തെ. അമ്മ ഇതിനൊന്നും സമ്മതിക്കത്തില്ല, അതുകൊണ്ടാന്ന് പറയണേ. ഈ സമയം രാധികാമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് കയറി ചെല്ലാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി പോയാലോ, അവിടെ എന്താ കാര്യങ്ങൾ നടക്കണമെന്ന് അറിയത്തില്ലോ, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഷൂട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുമായിരുന്നു. ഈ സമയത്ത് പതുക്കെ ഒരു ഷൂളൊക്കെ അടിച്ച് അങ്ങോട്ട് കിഷോർ അകത്തേക്ക് കയറി ചെല്ലണം. അകത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ഓരോ മുറിയും തുറന്നു നോക്കാണ്, ഒരിടത്തും കാണുന്നില്ല. ഇവളത് എവിടെ പോയി ഒളിച്ചു? എവിടെ പോയി ഒളിക്കാനാ? എങ്ങോട്ട് പോയി ഒളിക്കാനാ? ഇവിടെ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, തൻ്റെ കൈപ്പിടിയിൽ ഇന്ന് ഒതുക്കും. അങ്ങനെ ഒരു മുറി അങ്ങോട്ട് തുറന്നു പോയി കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഗീതുവിന്റെ ചുരിദാറിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. നോക്കിയപ്പോഴത്തേനും ഗീതു അവിടെ ഇരിക്കുന്ന കണ്ടു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് തന്നെ പറ്റിയ അവസരം. പതുക്കെ കിഷോർ അങ്ങ് കയറി ചെല്ലുവാണ്. അപ്പൊ ഗീതു പുറംതിരിഞ്ഞായിരിക്കുന്നേ, കട്ടിലെ തന്നെ ഇരിക്കണം. അപ്പൊ ഗീതു കിഷോർ പുറയുന്ന അങ്ങോട്ട് ചെല്ലുന്നേ. ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ എവിടം വരെ ഓടാനാ? എനിക്കറിയായിരുന്നു ഇവിടെ തന്നെ കാണുമെന്ന്. അതല്ല ഞാൻ ധൃതി ഒന്നും വെക്കാതെ പതുക്കെ ഇങ്ങോട്ട് പോകുന്നത്. എന്നോടാണോ നിന്റെ കളി? ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം നിന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് ആരും വരത്തില്ല, അറിയാലോ. ഇനിയിപ്പം നിന്നെ എന്നെയും കൂടെ കാണാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? കാണാൻ പാടില്ലാത്ത പല സന്ദർഭങ്ങളിലായിരിക്കും കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മളെ രണ്ടുപേരെ കാണാനായിട്ട് ഇങ്ങോട്ട് ചിലരൊക്കെ വരുന്നുണ്ട്. ആ കൂടെ നിന്റെ ഭർത്താവായ ഗോവിന്ദമാധവ് ഉണ്ടായിരിക്കും എന്ന് പറയാണ്. അയാൾ വന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ അങ്ങേര് കാണട്ടെ എന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുവാണ്, ഗീതുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഇനി നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ലടി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചെല്ലുമ്പോഴും പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു കിഷോർ അത് ഗോവിന്ദിന്റെ ആ സമയത്തവിടെ. ഗോവിന്ദ് വിചാരിച്ചു, നീ എന്താടാ പറഞ്ഞ് ആരും രക്ഷിക്കാൻ വരില്ലെന്നോ? പെട്ടെന്ന് കിഷോറിലൊരു ഞെട്ടലുണ്ടായി. കിഷോറിന്, ഗോവിന്ദ് സാർ ഞാന്, ആഹാ നീ എന്നെ ഒട്ടുകൂടെ പ്രതീക്ഷിച്ചില്ലല്ലേ? നീ പ്രതീക്ഷിക്കാതെ വന്നൊരു അതിഥിയെ ഞാനില്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, കിഷോർ പെട്ടെന്ന്, അതെ ഗീതുമാടം വിളിച്ചിട്ട് ഞാൻ വന്നാ. എന്നെ എങ്ങോട്ട് വിളിച്ചത് ഗീതുമാട വന്നത്. ആര്? ഗീതുമാടോ? ആ ഇരിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടും കിഷോർ ഞെട്ടിത്തരിച്ച് അങ്ങോട്ടൊന്ന് നോക്കുവാണ്. അപ്പൊ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഗീതുവിന്റെ അതേ ഡ്രസ്സ് തന്നെയൊക്കെ ഇരിക്കണേ. പക്ഷെ അത് ഗീതുവാണോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും കൊണ്ട് ഇരുത്തിയേക്കുന്നതെന്ന് അറിയില്ല. ഗീതു വേറെ ഏതെങ്കിലും മുറിയിലേക്കാണോ ഓടിപ്പോയെന്നും അറിയത്തില്ല. എന്താണെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കി കിഷോർ ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന വമ്പൻ ടിസ്റ്റുകളായിരിക്കും. രാധികാമ്മയുടെ വരുണിന്റെ കള്ളത്തരം പൊളിക്കുന്നതൊക്കെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.